നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കിട്ടിലൻ ചമ്മന്തി തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ അമ്മ ചമ്മന്തി ഇട്ടിട്ട്. അത് മല്ലിയും ഉഴുന്നും മുഴുവനും പറയണില്ല കേട്ടോ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണില്ലേ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ചമ്മന്തി. ഇത് മാത്രം മതി കേട്ടോ. ചൂടുള്ള മട്ടരിച്ചോറോ നിങ്ങൾ ഏത് ചോറോ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം ഇത് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ഒരു അടിപൊളി അടാറ് ചമ്മന്തിയാണ് കേട്ടോ. അതിലേക്ക് വേണ്ട കുറച്ച് വറക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അതൊക്കെ വറവ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇടേണ്ട കാര്യങ്ങൾ ആദ്യം കാണിക്കണം കേട്ടോ. കുറച്ച് കരിവേപ്പില, 2-3 പച്ചമുളക്, വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 കുഞ്ഞുള്ളി, ഒരു സവാളയുടെ പകുതി ഞാൻ രാവിലെ ചട്നിക്ക് എടുത്തതിൻ്റെ ബാക്കിയാണ്, അതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം. കുഞ്ഞുള്ളി മാത്രം ആയാലും മതി കേട്ടോ. പക്ഷേ കുഞ്ഞുള്ളി ഒഴിവാക്കരുത്. അതുപോലെ തന്നെ നല്ലോണം ഒരു കൈപ്പിടി തേങ്ങ. എന്തായാലും ഇതിലേക്ക് നാളികേരം വേണം നിർബന്ധമായിട്ടും. അപ്പോൾ ഇത് രണ്ടാമത് ഇടേണ്ടതാണ്. അപ്പോൾ ആദ്യം ഇടേണ്ടത് നമുക്ക് വറക്കണ സമയത്ത് നേരെ അങ്ങോട്ട് ചീനിച്ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് വറക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ആവശ്യത്തിന് വറ്റൽമുളക്. ഗ്യാസ് സിമ്മിൽ വെക്കണം. ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് വറന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മണം വരും. ആ ഉഴുന്നിൻ്റെ ആയാലും ശരി, മല്ലിയുടെ ആയാലും ശരി. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മല്ലി ഉഴുന്നൊക്കെ നന്നായിട്ട് കണ്ടോ ഒന്ന് വഴന്ന് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു 3 പച്ചമുളക്, അധികം എരിയില്ലാത്തതാണ്, കറിവേപ്പില, അതോടൊപ്പം തന്നെ ഇഞ്ചി കഷ്ണം നമ്മളിപ്പോൾ ഇടണ്ട. ബാക്കി കുഞ്ഞുള്ളി, അതുപോലെ തന്നെ വലിയ ഉള്ളി, നാളികേരം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആവി വരട്ടെ കേട്ടോ. വാളംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതിലേക്ക് വല്ലാതെ വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരയ്ക്കേണ്ട ഒരു ചമ്മന്തി അല്ല കേട്ടോ. എന്താ മണം വരുന്ന അറിയാം. ഒന്നും കൂടി ആവട്ടെ, വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. അതേപോലെ തന്നെ ഇഞ്ചി കഷ്ണം നമ്മൾ മാറ്റി വെച്ചിട്ട് ചേർക്കണം. പുളിയും ചേർക്കണം. എന്നിട്ട് ആദ്യം നന്നായിട്ട് ക്രഷ് ചെയ്യുക. വേണമെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താലും മതി കേട്ടോ. വല്ലാതെ വെള്ളമാക്കി എടുക്കരുത് ഈ ചമ്മന്തി അങ്ങനെയും പറയാം. അപ്പോൾ ഉഴുന്നിൻ്റെ നല്ലൊരു മണം, അതോടൊപ്പം തന്നെ മല്ലി, മുളക്, കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് വറന്ന് വരുന്നതിൻ്റെ ഒരു മണമാണ് വരുന്നത്. മതി. ഇനി വല്ലാതെ നമ്മളിട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഇഞ്ചി ഇട്ട് കൊടുത്ത ഉടനെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വാളംപുളി കണ്ടോ, ഞാൻ ചൂടുവെള്ളത്തിലിട്ട കാരണം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ചൂടായിക്കോട്ടെ. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടോടുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഒരിക്കലും ഇടരുത്. വളരെ അപകടമാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ കണ്ടോ, നമ്മൾ വറുത്തെടുത്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ തിളച്ച വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചിരുന്നു. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. വല്ലാതെ ബഹളം കൂട്ടി വെച്ചാൽ കുറച്ച് വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പം നല്ല ചൂട് കുത്തരിച്ചോറ് വിളമ്പിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുത്തരിച്ചോറ് തന്നെ കേട്ടോ എടുക്കാറ്. പച്ചരിയും വെള്ളരിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ
ടേസ്റ്റ് എനിക്ക് ചമ്മന്തിയൊക്കെ കുത്തരിച്ചോറിൻ്റെ ഒപ്പമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. കുറച്ച് അധികം ഇടണമെങ്കിൽ ഇത് മുഴുവനിൽ ഇതൊക്കെ കഴിക്കുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ. കാണാനൊരു ഭംഗി വേണ്ടേ. ഹായ് ഉരുട്ടാം. അപ്പോൾ ചേനടി അച്ചിങ്ങടിയും കൂടി ഉപ്പേരി ഉണ്ട്, അതും കൂടി വിളമ്പി കൊടുത്തു. പക്ഷേ നിങ്ങൾക്ക് ഉരുള തരണത് വെറും ചമ്മന്തി കൂട്ടിയിട്ടാട്ടോ. അതാണ് ടേസ്റ്റ്. ഈ ഉരുള ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ ഒന്നും അതിശയോക്തിയല്ല കേട്ടോ. ഒരിക്കലും അതിശയോക്തിയായി വിചാരിക്കരുതേ. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എന്തൊരു എളുപ്പമല്ലേ ഈ സമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഉഷാറായിട്ട് ഊണ് കഴിക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കൊണ്ട് അറിയിക്കണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.